ഇല്ലാതെ രണ്ടെണ്ണത്തിനെ വളർത്തി ഇത്രയും വരെ എത്തിച്ചു. ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല. പോത്ത് പോലെ വളർന്നിട്ടും ഈ വീട്ടിൽ 2 മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല. അതെങ്ങനെയാ? മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറഞ്ഞാൽ അവനോട്ട് പോകത്തുമില്ല. സിനിമയും പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതം തോലിച്ചോ. എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്യുമായിരുന്നോ? നിന്റെ താഴെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് പോലെ നീ ഒന്നും ഓർത്തില്ലല്ലോടാ. അതെങ്ങനെയാ? നിനക്കൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഇറന്നിന്റെ മുട്ടലാടാ ഇത്. എന്തോന്നാ വിനയ നിന്റെ വിചാരം? നീ വലിയ കൊമ്പത്തെ ആഫീസറാണെന്നോ? 10 സെന്റ് ഭൂമി ഒരു ടാക്കീസിലെ പണിയും വെച്ചിട്ട് നാണം ഇല്ലടാ നിനക്ക്. അതിനെന്താ അമ്മേ, നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടിയേക്കുന്നേ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തുവോ? ഇത് വല്ല സ്വൈരികേടായല്ലോ. ഇപ്പൊ ഞാനാണല്ലേടാ നിന്റെ സ്വൈരക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. അല്ല നിറാശൻ, പണ്ട് വനജേച്ചിയായിട്ട് ഒളിച്ചോടിയപ്പം പേടി തോന്നിയില്ലേ? എടാ വിനയ, എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പമുണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അന്നെനിക്ക് മാധവനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ 2 പേരും ഉണ്ട്. ധൈര്യമായിട്ട് ഇടാ. എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും. അല്ലേടാ? പിന്നെ മൊത്തം വെള്ളം നിൽക്കും. അതാ സത്യം ഭാഷ വീട് കത്തിക്കുമ്പോണ്ടല്ലോ. ഭയങ്കര ബോധന. വാടാ വാടാ, ഒന്ന് നടക്കുന്നോ? പിടിയടാ. എത്ര കാലമായി നീ കിടക്കുന്ന കണ്ടു. കഴിഞ്ഞോടി? വേഗം ആവട്ടെ, അവിടെ തുടങ്ങാറായി. ഒറ്റടിക്കാൻ കാലി. ഇനി ഇവനെ കാലിയാക്കാം. എടാ വിനെ, നിനക്കെന്തെല്ലാം കിട്ടിയത് കേട്ടല്ലോ. ഹാപ്പി അല്ലേ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വടക്കം ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണൻ പറഞ്ഞത് മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന്. എന്നാ മനസ്സിലാക്കി തരാടാ. മനസ്സിലാക്കി തരാം. രാത്രി പെണ്ണിന്റെ വീട്ടിൽ എടുത്തോളാടാ നിന്നെ. അവന്റെ അമ്മൂമ്മയുടെ പോലെ. ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചൂന്ന് നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹളം അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവാൻ ശരിക്കും കൊടുത്തുന്നാ കേട്ട്. നാലും ചെക്കൻ്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട്. വിനയ, നീ ആള് കൊള്ളാലടാ. ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. എന്നാലും ആ പെണ്ണിന്റെ ഒരു ധൈര്യം. നീ അത് കണ്ടോ? എന്താ വേർപ്പിന്റെ ഉപ്പുരസത്തിലും പ്രണയമുണ്ടടാ. പണവും പ്രതാപവും എല്ലാം പ്രശ്നമായിരുന്നു. പക്ഷെ ചങ്കൂറ്റത്തോടെ വിളിച്ചിറക്കിക്കൊണ്ടൊന്ന് പൊന്നുപോലെ എന്നെ നോക്കുന്നേ. മറ്റെന്തിനേക്കാളും അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഒരു പെണ്ണിന്റെ ധൈര്യവും ശക്തി ഒരാണ് തന്നെയാടാ. ചങ്കുറപ്പുണ്ടോ നിനക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ? പോവാം ദൂരെ
തേരേറി പെണ്ണേ പോവാം ദൂരെ ഈരാവിൻ തേരേറി ദൂരെ മായുന്ന സൂര്യനായി ഞാനും അകലെ സന്ധ്യയിലേകയായി നീയും പോകേ എടാ, അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചു അല്ലടാ? ആ സുമിത്രയുടെ കയ്യിലെ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ, എടാ രാവണ, ചാടി ഹനുമാൻ ഭഗവാന്റെ മതില് ആ, എന്താടാ രാവണ, സീതയൊക്കെ കാണണം. ദേ, നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. പേര് പറയുന്നത് കണ്ടില്ലേ? ആ പെയ്യട്ടെന്ന്. ഓ അതോട്ടെ ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണ്ട. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് ചോദിക്കണം. നാളൊരാള് ഓട്ടോ എടാ, ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോൾ ഉള്ളൊന്ന് പിടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ, പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ
പിന്നെ എന്തിനാണ് ആ പേടി?